ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രണ്ടെണ്ണം എന്നെ മടി കയറി രാവിലെ സ്ഥാനം പിടിച്ചു. കുഞ്ഞ വരെ പോവാ, ഞങ്ങൾ അമ്പലത്തിൽ പോവാം. ഞങ്ങൾ ശിവനമ്പലത്തിൽ പോവാം ഗൈസ്. ഇന്നൊരു വിശേഷമുണ്ട്. എല്ലാ ദിവസവും ലൈഫിൽ വിശേഷമാണ്. എന്താ വിശേഷം? എന്താ വിശേഷം? എന്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. ഞങ്ങളവിടെയൊക്കെ പിറന്നാളെ ആഘോഷിക്കത്തുള്ളൂ. ഇവരാണെങ്കിൽ ഇംഗ്ലീഷുകാരാണ്. ഇവർ ഡേറ്റ് മാത്രം നോക്കത്തുള്ളൂ. 30 ഈ ബ്ലോഗ് എന്നാ ഞാൻ ഇടാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഇന്ന് തന്നെ ഇടും. ബർത്ത്ഡേ ബ്ലോഗ് ആയതുകൊണ്ട് ചിലപ്പോൾ ഇന്ന് തന്നെ ഞാൻ ഇടും. ബർത്ത്ഡേ ബ്ലോഗൊന്നും ഇല്ല. അമ്പലത്തിൽ പോവാൻ തൊഴുവാ തിരിച്ചു വരിക, അത്രേ ഉള്ളൂ. ഞാൻ അമ്പലമൊക്കെ കാണിച്ചാൽ ശിവനമ്പലമാണ് നമ്മൾ പോകുന്നത്. ബസ് ഇവിടെ കൂടെ എപ്പോഴും ബസ്സുണ്ട് കേട്ടോ. പനമരം ഇവിടെ ഇതിലേക്കൂടെ ചെന്നാൽ പനമരം ഇറങ്ങുമോ? പനമരം മാനന്തവാടി അമ്പലത്തിലെത്തി ഗൈസ്. വഴിയൊക്കെ തീരെ മോശമാണ്. സോ കുറച്ച് കുതുക്കൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ അമ്പലം, ശിവനമ്പലം. ഒരുപാട് ആൾക്കാരൊന്നും വരുന്ന അമ്പലം അല്ല. ശിവൻ അവിടുത്തെ പ്രതിഷ്ഠ. നമ്മുടെ അടുത്തുള്ള അമ്പലം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും. ഒത്തിരി ദിവസം തിരുനാളായെന്ന് തോന്നുന്നു വന്നിട്ട്. നല്ല രസം ഇവിടെയൊക്കെ കാണാൻ. വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. അമ്പലത്തിൻ്റെ സെറ്റപ്പൊക്കെ നല്ലതാണ്. ആൾക്കാരും അധികം കാണത്തില്ല. പ്രൈവസി ഉള്ളവർക്കാണെങ്കിൽ വന്നിട്ടെടുക്കാം. ഡാൻസൊക്കെ കളിക്കാൻ അറിയുന്നവർക്കൊക്കെ വന്നിട്ട് എടുക്കാം. ഞാനും എൻ്റെ കാച്ചി. പോന്നു. ഇവിടെ എന്താ ഭയങ്കര ശാന്തതയാണ്. തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. ഇത് പോയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അകത്ത്. നമുക്ക് നോക്കാം. അമ്പലത്തിൻ്റെ അകത്ത് വശം അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അമ്പലത്തിൻ്റെ അകത്ത് വശം ഒന്നും കാണിക്കാൻ പറ്റത്തില്ല ഗൈസ്. നല്ല ശാന്തതയുള്ളൊരു അമ്പലമാണ്. ഇങ്ങനെ ഇറങ്ങിയിട്ട് കാണാം. അർച്ചനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അർച്ചന പ്രസാദം ഇവിടെ വാങ്ങിച്ചിട്ട് ഓക്കെ. അമ്പലത്തിലേക്ക് തൊഴുതിട്ട് അത് അയ്യപ്പന. അമ്പലത്തിലേക്ക് തൊഴുതിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ അയ്യപ്പനെ പോയി തൊഴുതിട്ട് വരട്ടെ. അമ്പോട്ടി അമ്പോട്ടി. കാശിക്ക് ഇഷ്ടം കേട്ടോ നാമം ജയിക്കാനും പിന്നെ അമ്പലത്തിലൊക്കെ വരാനൊക്കെ. നാമം ജയിക്കാൻ എപ്പോഴും കൂടും. വിളക്ക് കത്തിച്ച് നാമം ജപിക്കുമ്പോൾ കൊണ്ടുപോയില്ലേ അവന് ഭയങ്കര വിഷമം. കുഞ്ഞിലെ മുതൽ ശീലിപ്പിച്ചോണ്ട് കേട്ടോ. ആ സമയമാകുമ്പം വിളക്ക് വെച്ചിട്ട് അതിനടുത്തോട്ട് അവനെ കൊണ്ടുപോയില്ലേ അവനിങ്ങനെ നോക്കി നിൽക്കും. കുഞ്ഞപ്പോ അയ്യപ്പനെയൊക്കെ തൊഴുതിട്ട് ഇറങ്ങാൻ പോവാട്ടോ. പ്രത്യേകിച്ച് പരിപാടീസ് ഒന്നുമില്ല. ഇന്ന് വയനാട്ടിൽ ഇലക്ഷൻ അല്ലേ. അപ്പം ഏട്ടന് വോട്ടിടാൻ പോകണം. അമ്മയാണെങ്കിൽ വോട്ടിടാൻ പോയിട്ടുണ്ട്. വീട്ടിലെന്നാൽ എല്ലാവരും ഇറങ്ങുന്നുണ്ട്. എനിക്ക് മാത്രമേ ഉള്ളൂ ഇല്ലാത്തത്. എനിക്ക് അവിടെ ആയതുകൊണ്ട് എനിക്ക് മാത്രമേ ഇല്ല. ഇവർക്കെല്ലാം വോട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ പോയി ഇടാൻ പോവാം. അമ്മയാണെങ്കിൽ വല്യമ്മയുടെ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അവർ രണ്ടുപേരും കമ്പനിയായിട്ട് പോയി ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ രണ്ടുപേരുടെ പോയിട്ട് അവർക്ക് എവിടെയോ പോകണമെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് അവർ തിരിച്ചു വീട്ടിൽ വരത്തുള്ളൂ. ഞങ്ങളിനിയും ഏട്ടൻ വോട്ട് ഇട്ടിട്ട് ഏട്ടൻ കഴിച്ചു. ഏട്ടൻ മാത്രമേ കഴിച്ചുള്ളൂ. ഞങ്ങൾ 3 പേരിനും കഴിക്കാനുണ്ട്. വീട്ടിൽ പോയിട്ട് കഴിക്കണം. അവരും പോവാതിരിക്കാൻ, ഞാനും വൈഫും. കാരണം അവിടെ വോട്ട്. അപ്പോൾ അവിടെ പോകണമല്ലോ.
അപ്പോൾ അവരും കാണത്തില്ല, ഞങ്ങൾ മാത്രമേ കാണത്തില്ല. ഉച്ച കഴിഞ്ഞിട്ട് ഏട്ടനാണെങ്കിൽ ഇവിടുന്ന് സ്ഥലം വിടും. അതിൻ്റെ അപ്ഡേഷനൊക്കെ ഞാൻ അറിയിക്കാം. കാട് പിടിച്ചിടക്കും അല്ലേ, ഇപ്പോഴൊക്കെ ഒരു വൃത്തിയാക്കുമെന്ന് തോന്നുന്നു. ഇപ്പം ഫുള്ള് കാട. അതൊന്നും പറിക്കണ്ട കേട്ടോ, അമ്പലത്തിൻ്റെ സാധനങ്ങളൊന്നും പറിക്കാൻ പാടില്ല, ഒരു തരുന്ന കൂടാതെ, അങ്ങനെ പറയാറ്. കാടിനകത്തോടെ അച്ഛനും മോളൂടെ ഇറങ്ങി, ഞങ്ങൾ പോട്ടെ. നമ്മുടെ വണ്ടി അടക്കണം, വണ്ടി കയറട്ടെ. ഞങ്ങൾ കയറി വണ്ടിക്കകത്ത്. പിന്നെ ഇങ്ങോട്ടേട്ടാ ഓട്ടിടാൻ പോകുന്നില്ലേ? ചേട്ടാ ഓട്ടിട്ടിട്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം. ഇല്ല കച്ച വഴി അതൊക്കെ ശരി, അവരാകും പിറ്റാൻ പോലും വൃത്തിയാക്കുന്നില്ല അല്ലേ? പിറ്റൻ്റെ വഴി ശരിയാക്കും. പക്ഷെ അപ്പോഴത്തേന് കാട് ഒത്തിരി ആകത്തില്ലേ? ഈ ഉത്സവം വരുന്ന എപ്പോഴാണ്? മാർച്ചിലല്ലേ, ശിവരാത്രി സമയത്ത് കാട് വെട്ടുമായിരിക്കും അല്ലേ? കല്യാണമൊക്കെ നടക്കാറുണ്ട് സാധാരണ ഇവിടെ. കല്യാണം നടക്കുന്ന അമ്പലമാണ്. അതായത് ഇപ്പം കല്യാണ സീസൺ ആണല്ലോ, ഈ സമയത്തൊന്നും കല്യാണം ഉണ്ടായിട്ടില്ല. വൃശ്ചിക മാസം ഇപ്പം തുടങ്ങിയതല്ലേ ഉള്ളൂ. തുലാമാസം കല്യാണമൊക്കെ നടക്കാറുണ്ട്. കന്നിയില്ല, ചിങ്ങവും. അവർ ചിലപ്പോൾ ഓണത്തിൻ്റെ സമയത്ത് വൃത്തിയാക്കിയിട്ട് വീണ്ടും കാട് കയറുതായിരിക്കും മഴ പെയ്യുമ്പോൾ. ഇലക്ഷൻ ആയതുകൊണ്ട് ഭയങ്കര ശാന്തത അല്ലേ? അന്തരീക്ഷം. ഇവിടെ നമുക്ക് തുലാമഴ തുടങ്ങിയിട്ടില്ല. അങ്ങോട്ടൊക്കെ പക്ഷെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. താഴോട്ടൊക്കെ മഴയുണ്ട് തുലാമഴ വെച്ച് കഴിഞ്ഞിട്ട്. ഇവിടെ മഴ തുടങ്ങിയിട്ടില്ല. എന്താണോ ഉള്ളൂ, ഇപ്പോൾ രാവിലെ മൂടിക്കെട്ടിരിക്കുമോ. അത് ഇലക്ഷൻ്റെ സമയത്തൊക്കെ സാധാരണ ഒരു മൂടാപ്പുണ്ട്. അതെന്താ അങ്ങനെ? ഏട്ടന് വോട്ട് താമസമുണ്ടാവോ? ഞങ്ങൾ വണ്ടിയിൽ പോസ്റ്റ് ആയിരിക്കും. ഒത്തിരി തിരക്കൊന്നുമില്ല അല്ലേ? രാവിലെ ഈ സമയം കഴിക്കുന്ന സമയമായോണ്ടായിരിക്കും രാവിലെ അത്ര തിരക്കൊന്നുമില്ല. നമ്മളന്ന് ഹോമിയോ ആശുപത്രി വന്നില്ലേ, അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് പുറത്തുനിന്ന് കാണിച്ചായിരുന്നു. അപ്പം ഗേറ്റ് തുറന്നിട്ട് ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. അഞ്ചുകുന്ന് സ്കൂൾ ഞാനും കണ്ടിട്ടില്ല, ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് അകത്ത്. ഏട്ടനും ഇവിടെ ഉള്ളവരൊക്കെ പഠിച്ച സ്കൂളാണ്. പക്ഷേ ഇഷ്ടം പോലെ പിള്ളേർ വരുന്നുണ്ട് കേട്ടോ. ഗവൺമെന്റ് സ്കൂളാണ്. ഗവൺമെന്റ് സ്കൂൾ അല്ല ഏട്ടാ? അല്ല പിന്നെ പാത്തൂനൊക്കെ പൈസ ആവുന്ന എങ്ങനെയാ? ഗാന്ധി മെമ്മോറിയൽ UP സ്കൂളാ. ആ ഫോൺ എവിടെ? മറ്റേ ഫോണുണ്ടോ? ഞങ്ങളിവിടെ വെറുതെ ഇരിക്കുക, കാശ് ഉറങ്ങിപ്പോയി. ഏട്ടനാണെങ്കിൽ എവിടെയോ പറ്റിയോ നിൽക്കുമായിരിക്കും, ഏട്ടൻ്റെ പൊടി പോലും കാണുന്നില്ല. ഞാനും എൻ്റെ മക്കളും ഇവിടെ പോസ്റ്റ്. കുഞ്ഞിക്കാണെങ്കിൽ ഒരു കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടുണ്ടേ, അപ്പോൾ അതിൻ്റെ സൗണ്ട് നല്ലപോലെ കേൾക്കുമായിരിക്കും എൻ്റെ സൗണ്ടിനേക്കാളും. ഇന്ന് എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ പിന്നെ സാധാരണ അങ്ങനെ ബർത്ത്ഡേ ഒന്നും വലിയ ഗ്രാൻഡായിട്ട് ആഘോഷിക്കുന്നവരല്ല കേട്ടോ. കേക്ക് മുറിയും പായസം വെപ്പം ഒന്നുമില്ല. കുഞ്ഞിലെങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ വീട്ടിലാണെങ്കിലും അമ്പലത്തിൽ പോകും എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാറില്ല കേട്ടോ, പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. പിന്നെ ഞാൻ ആകെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചുള്ള എൻ്റെ ഓർമ്മയിൽ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ചേട്ടൻ വന്നേ പിന്നെ, കുഞ്ഞേ അടങ്ങിയിരിക്കും, ചേട്ടൻ വന്നേ പിന്നെ എന്തെങ്കിലും കേക്ക് മുറിയോ എന്തെങ്കിലും ഡ്രസ്സ് എടുത്ത് തരുമോ അല്ല അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അതിന് മുമ്പ് അങ്ങനെ ചെയ്യാറൊന്നുമില്ല കേട്ടോ. പിന്നെ ഓരോ സാഹചര്യമാണല്ലോ, സാഹചര്യം അനുസരിച്ച് നമ്മൾ മാറണം. ബർത്ത്ഡേ ആണെന്നുകൊണ്ട് വലിയ അങ്ങനെ പ്രതീക്ഷിക്കാറൊന്നും ഇല്ല. അങ്ങനെ നമ്മളങ്ങനെ ആഘോഷിച്ചിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ പ്രതീക്ഷ. അങ്ങനെ ഉള്ളവർക്കാകുമ്പം കുറേ കൂടെ ഇതാവും കേട്ടോ. പക്ഷെ എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല, നമ്മളങ്ങനെ ആഘോഷിക്കാറില്ല. കുരുത്തക്കേട് കാണിക്കുമോ? അതുകൊണ്ട് അമ്പലത്തിലെ ചന്ദനമൊക്കെ കൊണ്ടുവന്ന് എൻ്റെ ഉടുപ്പിലെല്ലാം വെച്ച് തേച്ചു. അമ്പൂറ്റിയുടെ ചന്ദനല്ലേ അതോ? എന്തിനാ അങ്ങനെ ചെയ്തേ? ചന്ദനം എല്ലാം തൂത്ത് കളഞ്ഞു. പെണ്ണ്
ഞാനും എൻ്റെ മോളും ഒന്നും കഴിച്ചിട്ടില്ല അല്ലേ? എന്ത് വെത്തിന്നുണ്ട് കേട്ടോ. കുഞ്ഞാണെങ്കിൽ മുട്ടായി തിന്നു രാവിലെ. ഏട്ടൻ കുറേ ചോക്ലേറ്റ് രാവിലെ തന്നു കേട്ടോ, ബർത്ത്ഡേ പ്രമാണിച്ച്. വീഡിയോ ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ല. കുഞ്ഞ് അതെല്ലാം അടിച്ചു മാറ്റിയത്. ഇലക്ഷനല്ല, വോട്ടിടാൻ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയാന്ന് തോന്നുന്നു. അങ്ങോട്ട് ആൾക്കാർ നിൽക്കുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരില്ല, വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാരൊക്കെ. അവിടെ ഇവിടെ എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ബൂത്ത്. അച്ഛനെവിടാന്ന് അറിയത്തില്ലല്ലോ. കാണിക്കട്ടാ. കാണുന്നുണ്ടോ? ചെയ്യാൻ പറ്റിയില്ലല്ലോ. കഴിഞ്ഞതാണ് അവിടെ ആയിരുന്നില്ലേ വീട്ടില്. എൻ്റെ ഡെലിവറി സമയത്തായിരുന്നു ഇവിടുത്തെ ഇലക്ഷൻ. അപ്പം ഏട്ടൻ അവിടെ ആയിപ്പോയി. അതുകൊണ്ട് കഴിഞ്ഞാണ് ചെയ്തില്ല. അതുകൊണ്ട് എന്താ, വെറുതെ ചെയ്തതല്ലേ കഴിഞ്ഞാണ് എല്ലാവരും. വലിയ കാര്യം ഉണ്ടായോ? അമ്മ അത് വന്നു കാണത്തില്ല ഏട്ടാ. കഴിഞ്ഞാണ് വെറുതെ ചെയ്തതല്ലേ. കഴിഞ്ഞാണ് ചെയ്യാൻ തന്നെ കാര്യമായി. ഒരു വോട്ട് വെറുതെ പോയാനെ. വേറെ ഇലക്ഷൻ വെക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഏട്ടൻ ആർക്കാ വോട്ട് ചെയ്തത്? പ്രിയങ്കരിക്കാ? ഓക്കെ ഗൈസ്, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം. നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാം. ഇനി ഇടയ്ക്കൊന്നും കാണാനും കേൾക്കാനൊന്നും ഇല്ല. ഓക്കേ ഓക്കെ പറയട്ടാ. ഓക്കേ.